ഇലാ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അത് ATM കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ പ്രവാസികളെ നമുക്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ഇലാ ബാങ്കിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് നമ്മുടെ CPR ഉപയോഗിച്ചിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അറിയാലോ, നമുക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് പേ എന്ന ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സീറോ ബാലൻസിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബാങ്കാണ് ഇലാ ബാങ്ക്. മറ്റുള്ള ബാങ്കുകളെ കുറിച്ചൊക്കെ അറിയാലോ, മിനിമം ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമം 20 BD ഒക്കെ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ് പല അക്കൗണ്ടുകളും. അത് 20 BD കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു ദിനാർ 100 ഫിൽസ് ഒക്കെ ചാർജ് ചെയ്യുന്ന ബാങ്കുകളൊക്കെയാണ് മറ്റുള്ള ബാങ്കുകളൊക്കെ നമുക്കറിയാലോ. എന്നാൽ ഇതിൽ അങ്ങനെയുള്ള ചാർജുകളൊന്നുമില്ല. അതാണ് ഈ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഈ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ അക്കൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് മിനിമം നമ്മുടെ വിസയുടെ അതായത് വർക്ക് പെർമിറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസം മിനിമം ഉണ്ടായിരിക്കണം. 3 മാസത്തിന്റെ മുകളിൽ ഉണ്ടായിരിക്കണം. 3 മാസത്തിന് താഴെയാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കിട്ടില്ല. അത് പ്രോസസ്സിംഗിൽ അവിടെ നിൽക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ വിസ റിന്യൂ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി എന്ന് കരുതി ഉടനെ തന്നെ നമുക്ക് ATM കാർഡ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സംഭവം തന്നെയാണെങ്കിലും നമുക്ക് ലഭിച്ചോണമെന്നില്ല. അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് വീഡിയോ എന്ന് പറയുന്നത് ഇലാ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അത് ATM കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ ഐഫോൺ സ്റ്റോറിൽ നിന്നൊക്കെ നമ്മുടെ ഇലാ ബാങ്ക് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്ക്രീൻ റെക്കോർഡിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇലയുടെ ആപ്ലിക്കേഷൻ ലഭിക്കും. അപ്പം ഇല ബാങ്ക് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ അക്കൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അവരിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴെയായിട്ട് ഓപ്പൺ യുവർ അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ അതിലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. യെസ് കണ്ടിന്യൂ ടു ബഹ്റൈൻ ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഇവിടെ 2 അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കേണ്ട ഓപ്പൺ ഇലാ ബാങ്ക് അക്കൗണ്ട് എന്നാണ് ആദ്യത്തേതിനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നീട് ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അവരെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എഗ്രി കൊടുക്കണം. നമ്മൾ എഗ്രി കൊടുത്തു. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം. പിന്നെ നമ്മുടെ ID CPR ഒക്കെ ഒന്ന് നമുക്ക് ഇതിൽ സ്കാൻ ചെയ്യണം. അതുപോലെ തന്നെ സെൽഫി എടുക്കണം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ ആൻസർ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളതിനൊക്കെ എല്ലാം ഇതിനും ഓക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് യുവർ ഇലാ ജേർണി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം 3 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സാണ്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് നമ്മളിവിടെ ഇനി നൽകണം. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് നൽകുകയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് നൽകുമ്പോൾ ഇവിടെ നമ്മുടെ ഇമെയിലിലേക്ക് അതായത് ഒരു മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് അത് കൺഫേം ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അതും 5 മിനിറ്റാണ് അവർ സമയം തരുന്നത്. ഓക്കെ, അപ്പോൾ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു നോട്ട് റിസീവ് ആൻ ഇമെയിൽ എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും മെയിലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇലാ ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഇത് വാലിഡേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വാലിഡേറ്റ് ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഇത് വെരിഫൈ ആയിട്ടുണ്ട്, ഇമെയിൽ വെരിഫൈ ആയിട്ടുണ്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ഉള്ള ഇലാ പിന്നെ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇവിടെ അത് കൺഫേം ആയതിൻ്റെ ഇത് കാണിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, അത് 1ാം ഘട്ടം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2ാം ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഗൈസ് ഇനി തൊട്ട് താഴെ നിങ്ങൾക്കിവിടെ സെറ്റ് പിൻ എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു
പിൻ നമ്പർ സെറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി നമുക്കിതിലൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യണം. എപ്പോഴും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഒരു പിൻ നമ്പർ ചോദിക്കും. അപ്പോൾ ആ പിൻ നമ്പർ ഒരു 6 അക്ക പിൻ നമ്പറാണ് നൽകേണ്ടത്. അപ്പോൾ അതും ജസ്റ്റ് ആദ്യം നൽകിയിട്ട് വരാം. ഒരു തവണ എൻ്റർ ചെയ്തപ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നേരത്തെ നൽകിയിട്ടുള്ള അതേ പിൻ നമ്പർ തന്നെ ഒരു തവണ കൂടി നൽകണം. അപ്പോൾ ഗൈസ് ഞാൻ OTP ഇവിടെ കൊടുത്തു. കോഡ് അപ്രൂവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനിയാണ് കേട്ടോ നമ്മുടെ CPR ഒക്കെ റീഡ് ചെയ്യേണ്ട ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മാസ്ക് ഇടാൻ പാടില്ല എന്നൊക്കെ കറക്റ്റ് ഇതിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ട രീതികൾ നമുക്ക് സൈഡിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ കാണിക്കും. പിന്നെ ഇവിടെ എഗ്രി എന്നുള്ള ഇതിലൊന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് നൽകുക. അപ്പോൾ ഗൈസ് ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ID ഏതാണെന്നുള്ളത്. അപ്പോൾ സ്കാൻ ബഹ്റൈൻ CPR പാസ്പോർട്ട്. ഐ ഡോണ്ട് ഹാവ് ബഹ്റൈൻ ID. അപ്പോൾ സ്കാൻ ബഹ്റൈൻ CPR അവർ പാസ്പോർട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും CPR അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ CPR പാസ്പോർട്ടിനൊന്ന് ക്ലിക്ക് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ CPR ആണ് ഇപ്പം കയ്യിൽ ഉള്ളത്. അപ്പോൾ ഞാൻ CPR കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതിവിടെ ഇങ്ങനെ ലോഡായി വരുന്നുണ്ട്. പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് യുവർ ഡിവൈസ്, ക്യാമറ ഈസ് കൺവേർട്ട്, എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക. എന്നിട്ട് ലെറ്റ്സ് ഗോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അലോ കൊടുക്കുക. അപ്പോൾ ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ CPRൻ്റെ ഫ്രണ്ട് ഭാഗം ഫോട്ടോ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതുപോലെയാണ് കേട്ടോ എടുക്കേണ്ടത്. എൻ്റെ CPR താഴെയുണ്ട്. അപ്പോൾ ഫോൺ ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആകുമ്പോൾ താഴെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഘട്ടം സെറ്റായി. ഇനി നമ്മുടെ CPRൻ്റെ ബാക്ക് ഭാഗം, അപ്പോൾ അതും കൂടി ഇതുപോലെ തന്നെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ സെൽഫി എന്നൊരു കോളം കണ്ടോ? അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ മുഖം ശരിക്കും വെച്ചതിന് ശേഷം നമുക്ക് ഇതാ തൊട്ട് താഴെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഈ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഫോട്ടോ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത സമയത്ത് അതിൽ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിരുന്നു. അങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയിലുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ക്ലിയർ ആയിക്കോണമെന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് അക്കൗണ്ടാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൊടുക്കൽ പൊതുവെ സാലറിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണോ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരെ അക്കൗണ്ട് ഏത് രീതിയിലാണ് വേണ്ടത് അതിനനുസരിച്ച്. സാധാരണ നോർമൽ എല്ലാവരും സാലറി കൊടുക്കാറുണ്ട്. എന്നിട്ട് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മന്ത്ലി ഇൻകമാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് 0 to 499. അപ്പോൾ ഇതൊക്കെ എത്രയാണോ എന്നുള്ളത് ഓരോരുത്തരുടെ സാലറിക്ക് അനുസരിച്ച് കൊടുക്കുക. ഞാൻ ആദ്യത്തേതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് മന്ത്ലി ഡെപ്പോസിറ്റ് ചോദിക്കുന്നത്, എത്രയാണ് മാസത്തിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ അതിനനുസരിച്ചൊരു സംഖ്യ കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ രീതിയിലുള്ള ഒരു എമൗണ്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. നമ്മുടെ എത്രയാണോ എന്നുള്ളത് കൊടുത്തിട്ട് നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇനി അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക. അതിന് ശേഷം ഇവിടെ ചോദിക്കുന്ന US സിറ്റിസൺ ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം അതിലൊന്നും നമ്മൾ പെട്ട ആളുകളല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് നൽകും കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ സേവിങ് ആണ് സാധാരണ ഉള്ള രീതിയിലുള്ള അക്കൗണ്ടാണ് സേവിങ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ ഏത് രീതിയിലാണോ എന്നുള്ളത്, നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് നിങ്ങളെ അക്കൗണ്ട് പെടുക എന്നുള്ളത് നോക്കിയിട്ട് നൽകാം. അപ്പോൾ ഞാനിവിടെ സേവിങ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് നൽകുകയാണ്. ഇവിടെ ഡോക്യുമെൻറ്റ്സ് അൺറീഡബിൾ എന്നാണ് കാണിക്കുന്നത്. ഗ്രീൻ ടിക്കും കാണിക്കുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ കാണിക്കുന്ന വെരിഫൈ ആപ്ലിക്കേഷൻ ആൻഡ് ക്രിയേറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ പറയുന്ന മറ്റൊരു കാര്യം, ദ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഈസ് ടേക്കിംഗ്
longer than expected. We will notify you by email, SMS one ready. അതായത് നമ്മുടെ അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് SMS ആയിട്ടോ മെയിലായിട്ടോ നമ്മളെ അറിയിക്കുന്നതാണെന്ന് പറയുന്നത്. എന്നാലും കുറച്ച് സമയമെടുക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആകുകയുള്ളൂ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ. അതായത് ബാങ്കിങ്ങിൻ്റെ പ്രവർത്തന സമയത്ത് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്യുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനി ബാക്ക് പോവാം. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിലെന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അവർ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നമ്മളെ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും. ഇനി എന്തെങ്കിലും അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ കാണിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിനിടയ്ക്ക് ഈ SMS വരികയോ ഇമെയിൽ വരികയോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇലാ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു 6 അക്ക പിൻ നമ്പർ സെറ്റ് ചെയ്തിരുന്നല്ലോ, ആ പിൻ നമ്പർ നമ്മളിവിടെ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പിൻ നമ്പർ ഇങ്ങനെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പെട്ടെന്ന് തന്നെ ആ ഒരു നമ്മുടെ അക്കൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ആയി വരും. നമ്മുടെ പ്രോസസ്സിങ് എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കൂട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാങ്കിങ്ങിൻ്റെ വർക്കിൻ്റെ ടൈമിലായിരിക്കും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് അക്കൗണ്ട് ലഭിക്കാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലൈ ചെയ്തു. ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ഇലാ ബാങ്കിൽ നിന്നുള്ള അപ്രൂവലാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് നമ്മൾ നൽകിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും, അതായത് നമ്മുടെ സെൽഫി, നമ്മുടെ CPR ഫോട്ടോ, എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ അത് അവർ രണ്ടാമത് വീണ്ടും നമുക്ക് ഈ CPR അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വീണ്ടും തരും. അല്ലാന്നുണ്ടെങ്കിൽ അത് അപ്രൂവൽ ലഭിക്കും. അങ്ങനെ രണ്ടാമത് നമുക്ക് CPR അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ സെൽഫി എടുക്കണം, CPR ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യണം. വളരെ ചെറിയ സംഭവം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓക്കെ ആയി. നമ്മുടെ ഇലാ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ IBAN നമ്പർ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം കൊണ്ടുവരാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും നമുക്കറിയാലോ, ഇപ്പോൾ ബെനിഫിറ്റ് പേ തന്നെ വേണമെന്നില്ല. നമ്മുടെ ഈ ഇലാ ബാങ്ക് അക്കൗണ്ടിലും ഫെബ്രുവരി പ്ലസ് ഒക്കെ ഉണ്ട്. അതിലൂടെ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ബെനിഫിറ്റ് പേയിലുള്ളതുപോലെ തന്നെ ഇതിലൂടെയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും മൊബൈൽ നമ്പറിലേക്കോ എങ്ങനെയും സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നമ്മുടെ ഇലാ ബാങ്ക് ആപ്ലിക്കേഷനിലുണ്ട്. ATM കാർഡ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൽ പ്രത്യേകം എഴുതി കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ചില എഴുതി കാണിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇതാണ്: നമ്മുടെ അക്കൗണ്ടിൽ മിനിമം 50 ദിനാർ നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് ATM കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ATM കാർഡ് ലഭിക്കുന്നത്. പക്ഷേ 50 ദിനാർ അവർ കീപ്പ് ചെയ്യാൻ പറയുന്നത്. പല ആളുകളും ഇതുപോലെ അക്കൗണ്ട് ഉണ്ടാകും, പക്ഷെ പിന്നീട് ഇത് ഉപയോഗിക്കില്ല. അപ്പോൾ ATM കാർഡ് വെറുതെ ഒരു ATM കാർഡ് കമ്പനി അയക്കണം, അത് അവർ വെറുതെ പോക്കറ്റിൽ കൊണ്ടെടുക്കുന്നതല്ല, അത് ഉപയോഗിക്കില്ല. അപ്പോൾ അത് നമ്മൾ മിനിമം ഒരു 50 ദിനാർ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ATM കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. അതിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഡെലിവറി ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ATM കാർഡ് ലഭിക്കും. പിന്നീട് ഈ ATM കാർഡ് ലഭിച്ചിട്ട് നമുക്ക് ATM കാർഡ് എങ്ങനെ പിന്ന് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ ATM കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. കാരണം ഈ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ടാവും. അപ്പം പല ആളുകൾക്കും വീഡിയോ ലെങ്ത് കൂടുമ്പോൾ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ പല ആളുകൾക്കും ഉപകാരപ്പെടും. അപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ നാട്ടിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഗൈസ്, ഇനി ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ എടുക്കാൻ ലൈവ് ടെക് എന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ Facebook പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ വീഡിയോ എടുക്കാം.